നമസ്കാരം. കഴിഞ്ഞ വർഷം ഇസ്രയേൽ ഏൽപ്പിച്ച കനത്ത ആക്രമണത്തിന്റെ ആഘാതം നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം മറികടക്കാൻ 6 മാസം മാത്രമാണ് ഇറാൻ എടുത്തത്. പശ്ചിമേഷ്യയിലെ പ്രധാന സൈനിക ശക്തിയായ ഇറാൻ ഇന്ന് അത്ഭുതകരമായ വേഗത്തിൽ സൈനികമായി ഉയർത്ത് എഴുന്നേൽക്കുകയാണ്. തകർത്തു എന്നു കരുതിയ പ്രതിരോധ ശക്തിയെ അതിവേഗത്തിൽ പുനഃസ്ഥാപിച്ച് ഇസ്രയേലിന്റെയും സഖ്യകക്ഷികളുടെയും ഭീഷണികളെ വകവയ്ക്കാതെ ഇറാൻ മാറിയ കാഴ്ച ലോക വൻശക്തികളെ പോലും അമ്പരപ്പിക്കുന്നതാണ്. ഇറാന്റെ മിസൈൽ പദ്ധതി തകർന്നിട്ടില്ല, മറിച്ച് അത് കൂടുതൽ ശക്തമായി തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ തന്നെ അത് സമ്മതിക്കുന്നുണ്ട്. ഇത് കേവലം സൈനിക ശേഷിയുടെ തിരിച്ചുവരവല്ല, മറിച്ച് ഇസ്രയേലിന്റെയും അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെയും നിരന്തരമായ ഭീഷണികൾക്കെതിരെയുള്ള ഒരു രാഷ്ട്രത്തിന്റെ വികാരപരമായ പോരാട്ടത്തിന്റെ ദേശീയ അഭിമാനത്തിന്റെയും നിരുപാധികമായ വിജയം കൂടിയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കും സാമ്പത്തിക ഉപരോധങ്ങൾക്കുമിടയിൽ തങ്ങളുടെ സ്വന്തം ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ അസാധാരണമായ ധീരത ലോകത്തിനു മുന്നിൽ ഒരു പ്രതീകമായി തന്നെ ഇപ്പോൾ ഉയർന്നു നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത ശക്തികൾക്ക് പോലും ഒരു ചെറു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തെ തകർക്കാൻ കഴിയില്ല എന്നതാണ് പ്രത്യേകത. 2024 ജൂണിൽ ഇസ്രയേലുമായി ഉണ്ടായ 12 ദിവസത്തെ കടുത്ത സൈനിക സംഘർഷത്തിനിടയിൽ ഇസ്രയേൽ നേരിട്ട് ഇറാനിൽ ആക്രമണം നടത്തുകയും അവരുടെ മുഖ്യ സഖ്യകക്ഷിയായ അമേരിക്കയുടെ പിന്തുണയോടെ ഇറാന്റെ ഹൃദയവും പ്രതിരോധ ശക്തിയുടെ സ്രോതസ്സുമായി കണക്കാക്കിയിരുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉൽപാദനശാലകൾക്കും അസംബ്ലി കേന്ദ്രങ്ങൾക്കും നേരെ കൃത്യമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു. എന്നാൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യവും. ഇസ്രയേലിന്റെ ഈ കടന്നാക്രമണത്തിന് ശേഷവും നിമിഷങ്ങൾക്കകം ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ഇസ്രായേലിനെ മാത്രമല്ല മേഖലയിലെ അമേരിക്കൻ താൽപര്യങ്ങളെയും കനത്ത പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും വിറപ്പിക്കുകയും ചെയ്ത കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ട് ലോകം കണ്ടത്. ഇറാന്റെ സാങ്കേതിക കേന്ദ്രങ്ങൾ എല്ലാം തകർത്തു എന്ന് ഇസ്രയേലും അമേരിക്കയും എഴുതിയ വിധിയാണ് ഇപ്പോൾ തിരുത്തി എഴുതപ്പെട്ടിരിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷം അവസാനിച്ച് 6 മാസം തികയുന്നതിന് മുന്നേ തകർന്നു എന്നു കരുതിയ ശക്തി കേന്ദ്രങ്ങളെല്ലാം ഇറാൻ അതിവേഗത്തിൽ തന്നെ പുനഃസ്ഥാപിച്ചു. റഷ്യയുടെ കൂടെ സഹായത്താലാണ് ഇതോടെ നിലവിൽ സൈനികമായ സമ്പൂർണ്ണ സജ്ജരായി എന്നു മാത്രമല്ല, ഏതു നിമിഷവും എല്ലാ ആക്രമണങ്ങളെയും തടുക്കാൻ വേണ്ടി വന്നാൽ ആക്രമിക്കാനും തയ്യാറാണെന്ന് ഇറാൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതു സംബന്ധമായ മുന്നറിയിപ്പും മൊസാദും CIA-യും അമേരിക്കയും ഇസ്രായേലിനും ഇതിനകം തന്നെ നൽകി കഴിഞ്ഞു. ഈ മുന്നറിയിപ്പിന് പിന്നാലെയാണ് പെർഷ്യൻ ഗൾഫിലും ഒമാൻ കടലിലുമുള്ള ഇറാന്റെ വ്യാപകമായ മിസൈൽ ഡ്രോൺ പരീക്ഷണങ്ങളും സൈനിക അഭ്യാസങ്ങളും കഴിഞ്ഞ മാസങ്ങൾ അസാധാരണമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ, കടൽ തീരത്തു നിന്നും വിക്ഷേപിച്ച ക്രൂയിസ് മിസൈലുകൾ, ലോയിൽറ്റിംഗ് മ്യൂണിഷൻ ഡ്രോണുകൾ, അമേരിക്കൻ നിരീക്ഷണ വിമാനങ്ങൾ പിന്തുടർന്ന് നടത്തിയ സിമുലേഷൻ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം ഈ മേഖലയിൽ പതിവില്ലാത്ത രീതിയിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകളുടെ കൃത്യമായ തെളിവാണ്. സമ്പൂർണ്ണ ഗൾഫ് മേഖലയും അമേരിക്കൻ 15 പ്രവർത്തനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഒരു സൈനിക സിഗ്നലാണ് ഇത് എന്നത് സംശയമാണെന്നും വിദേശ മാധ്യമങ്ങളുടെ യുദ്ധവിദഗ്ധർ പ്രകടിപ്പിക്കുന്നുണ്ട്. 2024 ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഗാസയിൽ നടന്ന ഏറ്റുമുട്ടലുകൾക്കിടയിലും ഇറാൻ സൈനിക നേതൃത്വം ഹമാസിനും ഹിസബുള്ളയ്ക്കും ദൂരപരിധി വർദ്ധിപ്പിച്ച മിസൈലുകളും ഷാഹിദ് സീരീസ് ഡ്രോണുകളും നൽകിയെന്ന ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ നിലവിലെ ഈ വിലയിരുത്തലുകളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതാണ്. ഇറാഖിലും സിറിയയിലും പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഷിയ മിലിഷ്യലുകൾ അമേരിക്കൻ ബേസുകൾക്കെതിരെ നടത്തിയ 90-ലധികം ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾക്ക് പിന്നിലും ഇറാന്റെ ഇടപെടൽ ഉണ്ട് എന്ന് അമേരിക്ക പറയുന്നുണ്ട്. ഈ നീക്കങ്ങൾ കഴിഞ്ഞ 6 മാസമായി മേഖലയെ അവസ്ഥ കൂടുതൽ വഷളാക്കിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇറാനിൽ നിന്നുമുള്ള ബാലിസ്റ്റിക് ഭീഷണികളെ നേരിടാൻ ഇസ്രയേൽ അന്താരാഷ്ട്ര സംഘങ്ങളുമായി സഹകരണം ശക്തിപ്പെടുത്തുകയും എന്ന വാർത്ത പുറത്തുവരുന്നത്. ജർമ്മനിയുമായി ഒപ്പുവെച്ച $4.6 ബില്യൺ ആരോ 3 പ്രതിരോധ സംവിധാനത്തിന്റെ കൈമാറ്റം ഈ മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ പുനർനിർവചിക്കാൻ ഒരു പ്രധാന സംഭവമായി മാറുമെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു. ഇറാന്റെ ദീർഘദൂര മിസൈലുകൾ യൂറോപ്പിലെ നാറ്റോ പങ്കാളികൾക്കുള്ള വെല്ലുവിളി എന്ന നിലയിൽ കൂടി ഉയർന്നു വരികയാണ്. ഇസ്രയേൽ അതിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ തലത്തിലേക്ക് പരിഷ്കരിക്കുകയും പുതുക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ഇറാനെ റഷ്യയോട് കൂടുതൽ അടുപ്പിച്ചു എന്നതും മറ്റൊരു സംഭവ വികാസമാണ്. കഴിഞ്ഞ മാസങ്ങളായി ഇസ്രയേൽ അമേരിക്കയുമായി ചേർന്ന് നടത്തിയ ജൂനിപ്പർ ഓക്ക് സംയുക്ത പ്രതിരോധ അഭ്യാസങ്ങളും അത്യന്തം പുരോഗമനക്ഷമമായ മിസൈൽ പ്രതിരോധ പരീക്ഷണങ്ങളും ഗൗരവമായി കണ്ട് റഷ്യയിൽ നിന്നും കൂടുതൽ മാരകായുധങ്ങൾ കൊണ്ടുവരാണ് ഇറാന്റെ നീക്കം.
ഇറാനിൽ റഷ്യയുടെ സൈനിക താവളം കൊണ്ടുവരാനുള്ള നീക്കവും നിലവിൽ വലിയ വേഗത്തിലായാണ് നടക്കുന്നത്. എന്തുകൊണ്ടാലും ഇറാനെ അടിച്ചമർത്താമെന്നു കരുതിയവർക്ക് കൃത്യമായ മറുപടി കൊടുത്ത് മസ്തകത്തിൽ അടിച്ചു തന്നെയാണ് ഇറാന്റെ തിരിച്ചുവരവ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച